Smell will take me back to when I was young. How come I'm never able to identify where it's coming from? I'd make a candle out of it if I ever found it. Try to sell it, never sell out of it. I probably only sell one. Maybe to my brother, cause we have the same nose, same clothes, homegrown, the stones thrown from a creek we used to roam. But it would remind us of when nothing really mattered. Out of student loans and treehouse homes, we all would take a ladder. My name's Blurry Face and I care what you think. My name's Blurry Face and I care what you think. Hello മച്ചന്മാരെ, ഇറ്റ്സ് മീ കനക്കി ഗെയിമർ സൈനിങ് ഇൻ. വെൽക്കം ബാക്ക് ബ്രോ, വെൽക്കം ഗായ്സ്. നമ്മുടെ ഇന്നത്തെ റൂം മാച്ച് ഇവിടെ തുടങ്ങാൻ പോണ്. റൂം ക്രിയേറ്റ് ചെയ്യാൻ പോണ് ഇപ്പം. നമ്മൾ കളിക്കാൻ പോകുന്ന TPP സാൻഹോക്ക് മാപ്പാണ്. ഇന്ന് ലൈവ് ഇട്ടപ്പോൾ കുറച്ച് ലേറ്റായെന്ന് തോന്നുന്നു. 9:05 ശരിക്കും ലൈവ് ഇടാൻ തുടങ്ങാറുള്ളത്. ഇന്ന് വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായി. സോറി ഗൈസ്. ഹലോ ആശ്വാസ് ബ്രോ, വെൽക്കം ബാക്ക് ബ്രോ. മനുഷ്യൻ്റെ കൂടെ ആ വീഡിയോ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോ മനുഷ്യൻ്റെ പുള്ളിയ അടിപൊളി ഡയലോഗൊക്കെ വെച്ച് കാഴ്ചവെക്കിയിരുന്നു ആ വീഡിയോയിൽ.
ആരെങ്കിലും ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കട്ട സപ്പോർട്ട് ഉണ്ടാകണം, കോടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊക്കെ ഉള്ള പ്രതീക്ഷയായിരുന്നു ഞാൻ എല്ലാ ദിവസവും ലൈവ് ഇടുന്നത്. അതുകൊണ്ട് കട്ട സപ്പോർട്ട് ഉണ്ടാകണം ഗൈസ്. ഇന്ന് 2-3 ടീം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. റെവല്യൂഷൻ ടീം മാറിപ്പോയി, വേറെ റൂമിലോട്ട് കയറി. ഇനി കളിക്കാനില്ല ഉണ്ടാവില്ലെന്ന് പറഞ്ഞ റെവല്യൂഷൻ ടീം. ഇനിയിപ്പോൾ ഇന്ന് വേറൊരു ടീം ഡുവായിട്ട് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ടീമിലെടുത്ത ടീമിനെന്തോ ആക്സിഡൻ്റ് എന്തോ പറ്റിയ കാരണം ആശുപത്രിയിൽ എന്തോ ആണെന്ന് പറയണ്ടായിരുന്നു. അപ്പം ഇന്ന് ആ ഒരു ടീം ഉണ്ടാവില്ല. ടീമിൻ്റെ പേര് പറഞ്ഞില്ല. റെവല്യൂഷൻ ടീം പോയി, നമ്മുടെ നമ്മുടെ ഈ റൂമിൽ നിന്ന് പോയി. അവർ അപ്പെക്സ് എന്ന് പറഞ്ഞൊരു ക്ലാനുണ്ട്, റൂമുണ്ട്, ആ റൂമിലോട്ട് മാറി. എന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈവ് ഇടുന്ന സമയത്ത് തന്നെയാണ് ആ അപ്പെക്സ് റൂമിലും ലൈവ് ഇടുന്ന സമയം ഒരേ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് റൂമിലായിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ പോയത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കളിക്കുന്ന ടീമേറ്റ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ടൂർണമെൻറ്റ് ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും റിവാർഡായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ ആ റിവാർഡായിട്ടൊന്നും ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഫണ്ടിന് വേണ്ടിയാണ് ഈ ഗെയിം കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചാനലൊന്നും അത്യാവശ്യം സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരൊന്നും വിചാരിക്കരുത്. ചാനലും ഈ കാര്യങ്ങളൊക്കെ സെറ്റാണെങ്കിൽ എന്തായാലും റിവാർഡ് ഉണ്ടാവും. അവിടെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ചാനൽ പരമാവധി ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം ഗൈസ്. നമ്മുടെ റൂമിൽ 7 പേര് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ടീം 3 നോക്കുകയാണെങ്കിൽ അശ്വിൻ അവിടെയുണ്ട്. ടീം 2 നോക്കുകയാണെങ്കിൽ CEZ ക്യാപ്റ്റൻ CEZ ST30 അവിടെയുണ്ട്, ടീംമേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ ടീം 12 നോക്കുകയാണെങ്കിൽ സിയൂസ് ടീംമേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ ടീം 23 നോക്കുകയാണെങ്കിൽ CFH വേനം അവിടെ വെയിറ്റ് ചെയ്യുന്നതാണ് ടീംമേറ്റിന് വേണ്ടി. പിന്നെ ടീം 25 I am noob അവിടെ വെയിറ്റ് ചെയ്യുന്ന ടീമിന് വേണ്ടി. ഇപ്പോൾ സമയം 9:17 ഇനി 13 മിനിറ്റ് ഉള്ളൂ നമ്മുടെ ഗെയിം തുടങ്ങാനായിട്ട്. ടീംമേറ്റ്സൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ടീം 2 ഒരാളായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്, CEZ ക്യാരറ്റ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ടീം ഒരാൾക്കൂടി വേണ്ടി വെയിറ്റ് ചെയ്യണം. LGT ടീം കയറി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ടീം നെക്സ്റ്റ് വിക്ക് അവിടെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ടീം നെക്സ്റ്റ് വിക്ക് അവിടെ ടീം 16 സ്ലോട്ടിലോട്ട് കയറിയിട്ടുണ്ട്.
ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും ഈ ടൈമിലാണ് ലൈവ് ഇടുന്നത്. ഇപ്പം ഞാൻ ഇത് പബ്ജി അല്ലാണ്ട് വേറെ ലൈവ് ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു പെയിൻ വന്നേ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റൊമക്കിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ ഹോള് വന്നു. ഒരു ആക്സിഡൻറ്റ് പറ്റി. അതുപോലെ വീട്ടിലുള്ള പപ്പിയുടെ കൂടെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഓടിയപ്പോൾ ഒന്ന് തെന്നി കരിങ്കല്ലുമ്പോൾ കൊണ്ട് അവിടെ ഒരു ഇഞ്ചുറി പറ്റി. വയറിനോടെ ഒരു വലിയൊരു ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ അതിന് 7 സ്റ്റിച്ചിട്ടേക്കാം. ആദ്യം സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ലൈവ് ഇടാത്ത. പണ്ടിടുമായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെ ലൈവ് ഇടാൻ ഇപ്പോൾ ഈ കുറച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഒരു അവഞ്ചേഴ്സ് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് മിക്കവാറും പകൽ സമയമായിരിക്കും ലൈവ് ഇടുന്നത്. അത് കറക്റ്റായിട്ട് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയും നോക്കണം. നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. കട്ട സപ്പോർട്ട് ഉണ്ടാവണം ഗൈസ്. ഇപ്പോൾ ടോട്ടൽ 10 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ടീം 12 സിയൂസ് കിങ് കയറിയിട്ടുണ്ട്. അവിടെ ടീം 16 SV ബ്ലേഡ് OP കയറിയിട്ടുണ്ട്. പിന്നെ ടീം 25 മിസ്റ്റർ ലൈൻ OP കയറിയിട്ടുണ്ട്. അവിടെ IM Noob എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടീം 25 ഉണ്ടായിരുന്ന IM Noob. ഇപ്പോൾ സമയം 9:20. ഇനി 10 മിനിറ്റ് കൂടിയുള്ളൂ നമ്മൾ ഗെയിം തുടങ്ങാൻ. നമ്മൾ കറക്റ്റ് 9:30 സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ബ്രോ. ഗൈസ് ഞാൻ പബ്ജി കളിക്കുന്നത് ലൈവ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ആഗ്രഹമില്ലാണ്ടല്ല. ലൈവ് ചെയ്യുമ്പോൾ എനിക്ക് വേറെ ഒരു ആപ്പിന് സഹായം വേണം ലൈവ് ചെയ്യാനായിട്ട്. എനിക്ക് യൂട്യൂബിൽ 100 സബ് കിട്ടിയാൽ മാത്രമേ എനിക്ക് ലൈവ് ഇടാൻ പറ്റില്ല യൂട്യൂബ് വഴി. അപ്പോൾ അതെനിക്കിപ്പോൾ പെർമിഷൻ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ 300 സബ് അടുത്തെത്തി 300 ആയിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. യൂട്യൂബിൽ നിന്ന് നേരിട്ട് ലൈവ് ചെയ്യണമെങ്കിൽ ലാഗ് ഉണ്ടാവില്ല. ഇപ്പോൾ ഞാനിപ്പോൾ അതിന് പകരം വേറൊരു ആപ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പ്രിസം ലൈവ് സ്റ്റുഡിയോ എന്ന ആപ്പാണ് ഉപയോഗിച്ചാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. ഈ നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഒരു ഐക്കൺ കാണുന്നത് ട്രയാങ്കിൾ ഷേപ്പായിട്ട്. അത് ലൈവ് അവിടെ പ്രിസം ലൈവ് സ്റ്റുഡിയോൻ്റെ ആപ്പാണ്. അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുമ്പോൾ ഫോൺ ഇടയ്ക്ക് ഓവർ ഹീറ്റ് എന്നൊക്കെ കാണിക്കാറ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ലാഗും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് റൂമല്ല നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ലാഗ് വരുന്നുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. FPS ഒക്കെ കുറഞ്ഞു തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓവർ ഹീറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ലൈവ് ചെയ്തത്. റൂം ലൈവ് ചെയ്യുന്നതിനകത്ത് ഞാൻ ക്യാമറ കൺട്രോളിങ് മാത്രമേ ഉള്ളൂ. സ്പെക്ടേറ്റ് മോഡാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ സ്പെക്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സംഭവം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീഹരി ലൈവ് കട്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ബ്രോ, കട്ടാവുന്നുണ്ടെന്ന് എനിക്ക് നെറ്റിൻ്റെ ഇഷ്യൂ ആണ്. ഏഷ്യാനെറ്റാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്. സോറി ബ്രോ, ക്ഷമിക്കണം. ഉടനെ തന്നെ ശരിയാണെന്ന് തോന്നുന്നു.
ഇപ്പോൾ ടോട്ടൽ 13 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രങ്ക്സ് 69 ടീമിൽ ട്രങ്ക്സ് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ടീം 8 നോക്കുകയാണെങ്കിൽ റേറ്റ് ടീം അവിടെ വെയിറ്റ് ചെയ്യുന്ന ടീംമേറ്റ്സിന് വേണ്ടി. ടീം 15 ട്രങ്ക്സ് ടീം 19 ട്രങ്ക്സ് കയറിയിരിക്കുകയാണ്, ടീംമേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ടീം 23 നോക്കുകയാണെങ്കിൽ CFS വനത്തിൻ്റെ ഒപ്പം ആനിമക്സും കയറിയിട്ടുണ്ട്. പിന്നെ ടീം 24 നോക്കുകയാണെങ്കിൽ ടോക്സിക് റഷ് കയറിയിട്ടുണ്ട്, ടീംമേറ്റ്സിന് വെയിറ്റ് ചെയ്യുന്നു. IAMNU ഇപ്പോൾ അവിടെ തിരിച്ചു വന്നിട്ടുണ്ട്, മിസ്റ്റർ അയൺ ടീമിലോട്ട് കയറിയിട്ടുണ്ട്. ശ്രീഹരി ബ്രോ കേൾക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ടീം 12 ഒരാളോട് കയറി വന്നിരിക്കുകയാണ്, വിസ്കോഡ് കയറിയിട്ടുണ്ട്. ടീം 8 പുതിയ ഒരു അംഗം കയറിയിട്ടുണ്ട്, 9ANZ എന്നുള്ളൊരു ടീം കയറിയിട്ടുണ്ട്. റേറ്റ് ടീമിലോട്ട് മാറിക്കയറിയാൻ തോന്നുന്നു, സ്ലോട്ട് ചേഞ്ച് ആവാൻ സാധ്യതയുള്ളതാണ്. ടീം 1 സ്പൈഡർ കയറിയിട്ടുണ്ട്. സ്പൈഡറിൻ്റെ ടീംമേറ്റ്സ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. LG ടീമിൽ സുന്ദരൻ തിരിച്ചു വന്നിട്ടുണ്ട്. LG ടീമിൽ 2 പേര് വന്നിട്ടുണ്ട്, ശുപ്പാണ്ടിയും സുന്ദരനും കയറിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 22 പേരായി. നമ്മുടെ റൂം ജോയിൻ ചെയ്തത് 22 പേര് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ടീം 19 നോക്കുകയാണെങ്കിൽ കർണൻ 69 കയറിയിട്ടുണ്ട് ടീംമേറ്റായിട്ട്. ട്രങ്ക്സും കർണനും ടീംമേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു തോന്നുന്നു. LG ടീമും ടീംമേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു തോന്നുന്നു. സോറി ഗൈസ്, ഒരു കോൾ വന്നായിരുന്നു, അതുകൊണ്ടാണ് കട്ടായി പോയത്, സോറി. ടീം 9 M7 ടീം കയറിയിട്ടുണ്ട്. M7 ഹൗളും M7 സ്റ്റാർക്കും കയറിയിട്ടുണ്ട് ഇവിടെ. റേറ്റ് ടീമിലെ റേറ്റ് TJ18 കയറിയിട്ടുണ്ട് ഇവിടെ. ടീം 8 നോക്കുകയാണെങ്കിൽ റേറ്റ് ടീം TJ18 കയറിയിട്ടുണ്ട് ഇവിടെ. ടീം 3 നോക്കുകയാണെങ്കിൽ കോട്ട് ലിയോൺ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 25 പേര് കയറിയിട്ടുണ്ട്. മിസ്റ്റർ ജോക്കർ കടന്നു വരുന്നുണ്ട്, ഏത് ടീമിലാണെന്ന് അറിയില്ല. സ്ലോട്ട് ഉടനെ തന്നെ ഫിക്സ് ആവുമെന്ന് തോന്നുന്നു. ടോക്സിക് ടീമിൽ ചെകുത്താനും ടോക്സിക് റിപ്പറും കയറിയിട്ടുണ്ട്. LG ടീമിൽ ടീം അവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. LG ടീമിൽ വട്ടോളിയും ചെകുത്താനും വന്നിട്ടുണ്ട്. ടോക്സിക് ടീം അവിടെ വെയിറ്റ് ചെയ്യണം ടീംമേറ്റ്സിന് വേണ്ടി. ടീം 7 നോക്കുകയാണെങ്കിൽ സെൻകായി ATC ടീമിൽ 2 പേര് വന്നിട്ടുണ്ട്. ആൽഫ ജെറി പുതിയ ടീമാണെന്ന് തോന്നുന്നു. ലെമോറ കയറിയിട്ടുണ്ട്. ലെമോറ ATC ടീമിൽ ലെമോറ. കോട്ട് ടീമിൽ കോട്ട് പോപ്സ് വന്നിട്ടുണ്ട്.
ഇപ്പോൾ ടോട്ടൽ 42 പേരായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ടോട്ടൽ ജോയിൻ 44 ആയിക്കാണ് ഇപ്പോൾ 45 ആയിട്ടുണ്ട്. എക്സ് വീരപ്പൻ ടോക്സിക് ടീം അവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ആൽഫ ചെറിയ പുതിയ ആളാണെന്ന് തോന്നുന്നു ടോക്സിക് ടീമിൽ. ടീം 21 കാട്ടാളൻ ഇവോസ് കയറിയിട്ടുണ്ട്. ടീം 19 അവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ടീം 69 ടീം 19 സ്ലോട്ടിൽ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. LGT ടീം അവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ടീം 20 ടീം 16 മിസ്റ്റർ ജോക്കർ SP ബ്ലേഡ് OP ഇൻസൈൻ RIP അവിടെ ടീംമേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ടീം 12 ആണെങ്കിൽ സിയൂസും പിള്ളേരോടെ വെയിറ്റ് ചെയ്യാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു മൂഡിലേക്കാണ് അവർ. ടീം 9 ഒരാളോട് വരാനുണ്ട്. M7 ആൽഫ എന്ന് വന്നു. ഓക്കെ അലോഹ ഫോണ്ട് കാരണം തിരിച്ചറിയാൻ പറ്റില്ല. അലോഹ ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ബ്രോ ക്ഷമിക്കണം. ടീം 10 വില്യം ന്യൂ INS ഹെൽക്കാറ്റ് പീറ്റ് വോർട്ടെക്സ് കയറിയിട്ടുണ്ട് ഇവിടെ. ടീം 11 റോക്ക് സിയാൻ കയറിയിട്ടുണ്ട്. റോഗാറ്റ് എക്സ് കയറിയിട്ടുണ്ട് ഇവിടെ. ടോട്ടൽ 55 പേരായിട്ട് കൂടിയൊക്കെയാണ്. ടീം 1 അവിടെ സെറ്റായിരിക്കുകയാണ്. സ്പൈഡർ VRS മിസ്റ്റീരിയോ ഈത്തൻ ഹണ്ട് മിസ്റ്റർ കാർണ അവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. CZ ടീമിൽ 2 അംഗം കൂടി വരാനുണ്ട്. ടീം 3 ഒരാൾ കൂടി വരാനുണ്ട്. ടീം 4 സെറ്റായിട്ടിരിക്കുകയാണ്. XPD ടീം സെൻകായി ആൻഡ് ടീം ലെമോറ ആ ടീം അവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. ടീം 7 റേഡ് ടീം അവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. ടീം 9 M7 ടീമിൽ ഒരാളോട് വരാനുണ്ട്. ടീം 10 ഒരാളോട് വരാനുണ്ട്. V ടീം 11 ടീം അവിടെ സെറ്റായിട്ടിരിക്കുന്നത്. റോക്ക് ടീം 12 സിയൂസും പിള്ളേരുടെ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോറി 1 മിനിറ്റ് വൈകിപ്പോയി. ഇപ്പോൾ 9:31 ഇപ്പം നമ്മുടെ TPP സാൻഹോക്ക് മാപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Welcome to PUBG Mobile. ഇപ്പോൾ ടോട്ടൽ 63 ടീമാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മാച്ച് തുടങ്ങാൻ 6 സെക്കൻഡ് കൂടി ഉള്ളൂ. ടോട്ടൽ 63 പേരുണ്ട്. എല്ലാവർക്കും താങ്ക്സ് പറയാണ് ജോയിൻ ചെയ്തതിൽ. നമ്മുടെ റൂട്ട് നോക്കുകയാണെങ്കിൽ ക്യാൻ ബ്രാവോഡ് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഹാർട്ടിൻ്റെ അടുത്തായിട്ട് ഹാർട്ടിനപ്പുറം ആണ് നമ്മുടെ ഫ്ലൈറ്റ് തീരുന്നത്. ടീം 8 ടീം 18 23 ടീം 21 ടീം 20 ടീം 14 ടീം ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ടീം 12 ടീം ഇറങ്ങിയിട്ടുണ്ട്. വിസ്കോ ടീം 2 പാരഡൈസിൻ്റെ അടുത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബൂട്ട് ക്യാമ്പിലോട്ട് പോകാനുള്ള പുറപ്പാടാണ് ടീം 2. ടീം 3 ടാക് മോങ്കിലോട്ട് പോകാനുള്ള പുറപ്പാടാണ്. ടീം 21 മോങ്ക് 9ലോട്ട് പോകാനുള്ള പുറപ്പാടാണ്. ടീം 8 പാരഡൈസിലോട്ട് പോകാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ടീം 1 അവിടെ ക്യാമ്പ് ആൽഫയിലോട്ട് പോകാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ടീം 20 ടീം 24 ടീം 7 ആൻഡ് ടീം 1 അടുത്തായിട്ടുണ്ട്. ടീം 11 അടുത്തടുത്തുണ്ട്. ക്യാമ്പ് റാവിൽ ഒരു അടി പ്രതീക്ഷിക്കാം. ടീം 20 22 ടീം 7 ടീം 11 അടുത്തടുത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ടീം 24 ടോക്സിക് ടീം അവിടെ നിന്ന് മാറിപ്പോയാണ്. ടീം 16 അവിടെ റൂയിൻസിൽ ഇറങ്ങാനുള്ള പുറപ്പെടാൻ തോന്നുന്നു. ടീം 2 പൈനാമിൽ ഇറങ്ങിയിട്ടുണ്ട്.
ടീം 20 ക്യാമ്പ് ചാർലിയിലോട്ട് പോകാനുള്ള ശ്രമമാണ്. ടീം 14 ബാണിൻ്റെ അടുത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എക്സ്പീഡി ടീം ക്വാറിയിൽ ഇറങ്ങിയിട്ടുണ്ട്. എക്സ്പീഡി ടീമും T12 വിസ്കോട്ട് ടീമും നമ്മുടെ ക്വാറിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ടീം 25 ടീം 25 അടുത്തൊരു അടി പ്രതീക്ഷിക്കാം. മിസ്റ്റർ സൈക്വാൻ ടീം. ടീം 25 മിസ്റ്റർ സൈക്കോ അവിടെ നിന്ന് കവർ എടുത്തിരിക്കുകയാണ്. വെപ്പൺസ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ടീം 69 ടീം അവിടെ തിരഞ്ഞ് നടക്കുകയാണ്. ആദ്യമായിട്ട് ATC ടീം സ്കാർലറ്റ് ഗോഡ് റോഗാഡിനെ നോക്കാക്കിയിരിക്കുകയാണ്. അവിടെ ലെമോറ മല്ലു ജോക്കറിനെ നോക്കാക്കിയിരിക്കുകയാണ്. സൈക്കോപ്പിയെ പട്ടീനെ കൊല്ലുന്ന പോലെയാണ് ടീം 69. നൈറോബി ATC സ്കാർലറ്റിനെ നോക്കാക്കിയിരിക്കുകയാണ്. ട്രങ്ക്സ് മിസ്റ്റർ സൈക്കോപ്പിയെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നൈറോബി ലെമോറയെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സെൻകായ് റോക്സിയാനെ നോക്കാക്കിയിരിക്കുകയാണ്. നൈറോബി ലെമോറ ATCയെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സെൻകായ് റോക്സിയാനെ നോക്കാക്കിയിരിക്കുകയാണ്. മിസ്റ്റർ കർണ ആൽഫ ജെറിയെ നോക്കാക്കിയിരിക്കുകയാണ്. ആൽഫയെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് മിസ്റ്റർ കർണ. ആൽഫ ജെറിയെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ടീം 1 മിസ്റ്റർ കർണ. നൈറോബിയുടെ ATC ടീമിലെ സ്കാർലറ്റിനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. സിയൂസ് ടീമിലെ ATC ടീമിലെ ഒരംഗത്തെ നോക്കാക്കി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സിയൂസ് ടീം. ATC ടീമിൽ ഒരാൾ മാത്രം അവശേഷിക്കുന്നു. സെൻകായ് ഈത്തൻ ഹൺ ടോക്സിക് റഷിനെ നോക്കാക്കിയിരിക്കുകയാണ്. നൈറോബി സെൻകായിയെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ATC ടീം ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. നൈറോബി ടീമിൽ രണ്ടുപേരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എക്സ്പീഡി ടീം ഒരാളെ നോക്കാക്കിയിരിക്കുകയാണ്. ടീം 69 നോയ്സ് ടീം M7 അടുത്തോട്ട് പുഷ് ചെയ്യാണ്. അലോഹ അവിടെ തൊട്ടപ്പുറത്തോട്ട് സ്പ്ലിറ്റ് ആയിരിക്കുകയാണ്. ടീം 9 M7 ടീം സ്പ്ലിറ്റ് ആയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അലോഹ ഗൺ അന്വേഷിച്ച് പോയതാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് സ്പ്ലിറ്റായി. ഇവിടെ ഒരു അടി പ്രതീക്ഷിക്കാം. വീരപ്പൻ അവിടെ സ്പൈഡറെ നോക്കാക്കിയിരിക്കുകയാണ്. ടീം 1 സ്പൈഡറിനെ. ടോക്സിക് റിപ്പർ അവിടെ ഈത്തൻ ഹണ്ടിനെ നോക്കാക്കിയിരിക്കുകയാണ്. ടീം 69 ടീം 7 ആയിട്ട് ഏറ്റുമുട്ടലിലൂടെ ഇപ്പോൾ തുടങ്ങും തോന്നുന്നു. ടീം 69 തേടിക്കൊണ്ടിരിക്കുകയാണ് ടീം M7. വീരപ്പനോട് ഈത്തൻ ഹണ്ടിനെ നോക്കാക്കിയിരിക്കുകയാണ്. കാരണം വീരപ്പനെ നോക്കാക്കിയിരിക്കുകയാണ്. 69 വാലക്കിനവിടെ നോക്കാക്കിയിരിക്കുകയാണ്. M7 സ്റ്റാർക്ക്. ഫ്രാഗറോടെ ഇൻസെൻ കിങ്ങിനെ നോക്കാക്കിയിരിക്കുകയാണ്. ഹൗൾ ഇവിടെ കട്ടടികൾ നടക്കുന്നു. 69 വാലക്കിനെ ഫിനിഷ് ചെയ്യാൻ M7 സ്റ്റാർ. കാരണം 69 അവിടെ M7 അലോഹയെ നോക്കാക്കിയിരിക്കുകയാണ്. സ്റ്റാർ ടീം മാത്രം ഇവിടെ M7 ടീമിൽ സ്റ്റാർക്ക് മാത്രം ഓടി നടക്കുന്നു. സ്റ്റാർക്കിന് ഇപ്പോൾ വട്ടമിട്ടടിക്കുമെന്ന് നോക്കാം. സ്റ്റാർക്ക് സൈക്കോളജിക്കൽ കൊടുത്ത് ഡ്രോപ്പ് ഷോട്ട് അടിച്ചിരിക്കുകയാണ്. കാരണം 69 തിരിച്ച് 69 നോയ്സിനെ നോക്കാക്കിയിരിക്കുകയാണ്. ടീം 19 ഒരാൾ മാത്രം അവശേഷിക്കുന്നു. ട്രങ്ക്സ് മാത്രം. സ്റ്റാർക്കിനെ അടിച്ചിരിക്കുകയാണ്. ട്രങ്ക്സ് അവിടെ സൈക്കോളജിക്കൽ കൊടുത്ത് റൂഫിന് വണ്ടിയെ കൂടെ അടിച്ചിരിക്കുകയാണ് സ്റ്റാർക്കിനെ. M7 ടീം ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ടീം 19 രണ്ടുപേരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ടീം 19 F4 പോപ്പിയോടെ IM നൂബിനെ നോക്കാക്കിയിരിക്കുകയാണ്. ടീം 19 ട്രങ്ക്സ് അവിടെ സൈക്കോളജിക്കൽ കൊടുത്ത് M7 ടീമിനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സിയൂസ് അവിടെ തന്നെ നോക്കാക്കിയിരിക്കുകയാണ്. അവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് തന്നെ. മിസ്റ്റർ കർണ അവിടെ SV ബ്ലേഡ് OPയെ നോക്കാക്കിയിരിക്കുകയാണ്. സിയൂസ് അവിടെ മിസ്റ്റർ അലനെ നോക്കാക്കിയിരിക്കുകയാണ്. OP ടീം 25 അലനാണെന്ന് തോന്നുന്നു. ടെനിൽ ടീം 90 മാത്രം അവശേഷിക്കുന്നു. ടീം 1 നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം അവിടെ എന്താ പരിപാടിയെന്ന്. ടീം 1 ഒരാളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈത്തൻ അവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. സ്പൈഡറും പിള്ളേരും കട്ടടികൾ നടത്തുന്നു. ഇവിടെ ടീം 16 അവിടെ SV ബ്ലേഡ് ആൻഡ് ടീം വെയിറ്റ് ചെയ്യുകയാണ്.
മിസ്റ്റർ കാറിനെ അവിടെ കയറിയുന്നുണ്ട്. വോർട്ടെക്സ് വീറ്റ് മിസ്റ്റർ ജോക്കറിനെ നോക്കാക്കിയിരിക്കുകയാണ്. സ്പൈഡർ അവിടെ റഷ് ചെയ്യാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. അവിടെ SV ബ്ലേഡ് ഉയർത്തെഴുതിയിരിക്കുകയാണ്. സ്പൈഡർ കവർ എടുത്തിരിക്കുകയാണ്. മൂവ്മെൻറ്റ് കണ്ടിരിക്കുകയാണ്. ഇൻസൈൻ RIP കട്ടപ്പാമ്പായിട്ടിരിക്കുകയാണ്. അവിടെ SV ബ്ലേഡിന് കട്ട ഡാമേജ് കൊടുത്തിരിക്കുകയാണ്. ടീം 1 കാരണം അവിടെ സറൗണ്ട് ചെയ്യാനുള്ള ശ്രമമാണ്. VRZ മിസ്റ്റീരിയോയുടെ SV ബ്ലേഡിനെ ഫിനിഷ് ചെയ്യാനുള്ള ശ്രമമാണ്. SV ബ്ലേഡ് സർവൈവ് ചെയ്യുമ്പോൾ നോക്കാം. ഇൻസൈൻ RIP മാത്രം നടുക്ക് പാമ്പായിട്ടിപ്പുണ്ട്. വീഡ് വോർട്ടെക്സോടെ മിസ്റ്റർ കാറിനെ നോക്കാക്കിയിരിക്കുകയാണ്. VRZ മിസ്റ്റീരിയോടെ കാറിനെ പൊക്കാനുള്ള ശ്രമമാണ്. VRZ മാസ്റ്ററോടെ SV ബ്ലേഡിനെ നോക്കാക്കി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. RIP ഇൻസൈൻ RIPയോടെ സ്പൈഡറെ ഫിനിഷ് ചെയ്യാനുള്ള ശ്രമമാണ്. സ്പൈഡറുടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. VRZ മിസ്റ്റീരിയോടെ ഫിനിഷ് ആയിരിക്കുകയാണ്. അങ്ങനെ ടീം 1 മൊത്തത്തിൽ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇൻസൈൻ RIP പാമ്പായിട്ട് ടീം 1 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇൻസൈൻ RIPയോടെ ടീം 1 പുല്ല് പോലെ നോക്കാക്കിയിരിക്കുകയാണ്. ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ടീം 1. ഇൻസൈൻ RIP ടീം 16 ഇൻസൈൻ RIPക്ക് കട്ട ഡാമേജ് എടുത്തിരിക്കുകയാണ്. ടീം 10 വോർട്ടെക്സും ടീമും തൊട്ടപ്പുറത്തായിട്ടുണ്ട്. ഇൻസൈനോടെ കട്ട കവറിലാണ് തോന്നുന്നു. തെങ്ങിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. ഇൻസൈൻ തിരിച്ച് കാർ 98 ഡാമേജ് കൊടുക്കാനുള്ള ശ്രമം ഇവിടെ ഫെയിലായിരിക്കുകയാണ്. വീഡ് വോർട്ടെക്സ് അവിടെ നിന്ന് കിടന്നു വരുന്നുണ്ട്. ബ്രിഡ്ജ് കിടന്നു വരുന്നുണ്ട്. വീഡ് ടീം വോർട്ടെക്സ് അവിടെ റോക്ക് ടീം കിടന്നു വരുന്നുണ്ട്. ഇവിടെ ഒരു അടി പ്രതീക്ഷിക്കാം. റൊഗാഡ് ഇവിടെ ബ്രിഡ്ജ് കിടക്കാനുള്ള ശ്രമമാണ്. അവിടെ വീഡ് വോർട്ടെക്സ് അവിടെ നിന്ന് കിടന്നു വരുന്നുണ്ട്. റൊഗാഡ് അവിടെ തൊട്ടടുത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. റൊഗാഡ് വീഡ് വോർട്ടെക്സ് അവിടെ കട ഡാമേജ് എടുത്തിരിക്കുകയാണ്. നൈറോബിക്കും റൊഗാഡിനും ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. നൈറോബിയെ നോക്കാണ്ടിരിക്കുകയാണ്. റൊഗാഡിനെ ഫിനിഷ് ചെയ്യാനുള്ള ശ്രമമാണ്. നൈറോബിക്ക് കട്ട ഡാമേജ് എടുത്തിരിക്കുകയാണ് വീഡ് വോർട്ടെക്സ്. റൊഗാഡിയുടെ നോക്കാണ്. നൈറോബിക്ക് റിവൈവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അവിടെ വീഡ് വോർട്ടെക്സിൻ്റെ ടീം കടന്നു വരുന്നുണ്ട്. സർവൈവ് ചെയ്യാനുള്ള ശ്രമമാണ്. അവിടെ സ്മോക്ക് ഇട്ടിട്ടുണ്ടോ. നൈറോബി സൈക്കോളജിക്കൽ കൊടുത്തിരിക്കുകയാണ്. യൂട്യൂബർ അസാസിൻ അവിടെ നിന്ന് കടന്നു വരുന്നുണ്ട് വീഡ് വോർട്ടെക്സിനെ റിവൈവ് ചെയ്യാൻ. വീഡ് വോർട്ടെക്സോടെ റിവൈവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടീം 10. നൈറോബിയുടെ സൈക്കോളജിക്കൽ കൊടുത്ത് വീഡ് വോർട്ടെക്സിനെ ഫിനിഷ് ചെയ്തിരിക്കുന്ന യൂട്യൂബറിനെ കട്ട ഡാമേജ് എടുത്തിരിക്കുകയാണ് നൈറോബി. ഒരു കലക്കം മൂവായിരുന്നു നൈറോബിയുടെ. റോഗ് റെഗാർഡോടെ റിവൈവ് ചെയ്തിരിക്കുകയാണ്. റോഗ് റെഗാർഡോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് ഇവിടെ. യൂട്യൂബർ അസാസിൻ അവിടെ നിന്ന് റഷ് ചെയ്യുന്നുണ്ട്. നൈറോബി അടിക്കാനുള്ള ശ്രമം എനിക്ക് തോന്നുന്നു ഡിസ്ട്രാക്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. വില്യം ന്യൂബ് അവിടെ അടിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. യൂട്യൂബർ അസാസിനോട് ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ശ്രമമാണ് നൈറോബിക്ക്. നൈറോബി യൂട്യൂബർ അസാസിനോടെ റോഗ് ഗാർഡിനെ നോക്കാക്കിയിരിക്കുകയാണ്. നൈറോബിക്ക് കട്ട ഡാമേജ് എടുത്തിരിക്കുകയാണ് യൂട്യൂബർ. അങ്ങനെ നൈറോബിയും ടീമും ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ടീം 10 അടിയുണ്ട്. ടീം 10 യൂട്യൂബർ അസാസിൻ വീഡ് വോർട്ടെക്സ് ടീമിലെ ഒരംഗത്തെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വീഡ് വോർട്ടെക്സിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. യൂട്യൂബർ അസാസിനെ കട്ട ഡാമേജ് കൊടുത്തിരിക്കുകയാണ്. അവിടെ നിന്ന് ഇൻസൈൻ RIP കിടന്നു വരുന്നുണ്ട്. ഇവിടെ അടി പ്രതീക്ഷിക്കാം. ബ്രിഡ്ജ് എടുക്കാനുള്ള മൂവാണ്. സൈലൻറ്റ് മൂവാണ്. സ്നീക്കി മൂവാണ്. അവിടെ വില്യം ന്യൂബ് കിടന്നു വരുന്നുണ്ട്. വില്യം ന്യൂബിൻ്റെ കണ്ണിൽ പെടുമെന്ന് നോക്കാം. യൂട്യൂബർ അസാസിൻ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഇൻസൈൻ RIPയെ കണ്ടെന്ന് തോന്നുന്നു. മൂവ്മെൻറ്റ് കണ്ടു. അങ്ങനെ ഇൻസൈൻ RIPയുടെ പടമായിരിക്കുകയാണ്. ടീം 10 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. പച്ചപ്പൊക്കെ ആക്കിയിരിക്കുകയാണ് ഇൻസൈൻ RIPയെ. INS ഹെൽക്കേറ്റ് അവിടെ നിന്ന് മൂവ് ചെയ്യുന്നില്ല. നെറ്റ് കട്ട് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. MS-ൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഹെൽക്കാറ്റ് അങ്ങനെ ഇൻസൈൻ ടീം അവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഫിനിഷ് ആയിരിക്കുന്ന ടീമിൻ്റെ ലിസ്റ്റ് വായിക്കാം. ടീം 1 അവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ടീം M7 ടീം 9 ഫിനിഷ് ആയിരിക്കുകയാണ് ഇവിടെ. ടീം 7 സെൻകായി ആൻഡ് ടീം ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ATC ടീം. ടീം 11 റൊഗാഡിൻ്റെ ടീം നൈറോബി ആൻഡ് ടീം ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ടീം 16 ഇൻസൈൻ RIP SV ബ്ലേഡ് ടീം ഫിനിഷ് ആയിരിക്കുകയാണ്. പിന്നെ വീരപ്പനും ടീം ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ടീം 24 പിന്നെ ടീം 25 മിസ്റ്റർ അലൻ OP ആ ടീം ഫിനിഷ് ആയിരിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ ടോട്ടൽ 11 ടീമും 31 ലൈവും. നമുക്ക് ഇവിടെ ബ്രിഡ്ജിൽ
റൂയിൻസിനും ആൽഫയുടെ ഒത്തനടുക്കായിട്ട് ബ്രിഡ്ജിൽ ടീം 10 മാത്രം അവശേഷിക്കുന്നു. നമുക്ക് ടീം 19 പോകാം. ട്രങ്ക്സ് ഇവിടെ കറങ്ങി കിടക്കുന്നുണ്ട്. എന്തോ നോക്കാം. ട്രങ്ക്സ് ടീം 22-ൻ്റെ അടുത്തോട്ടായിട്ട് പോകുന്നുണ്ട്. ടീം 22 ഇവിടെ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 69 ടീമിൽ 2 പേർ മാത്രമേ അവശേഷിക്കുന്നു. ട്രങ്ക്സും 69 വാലക്കും മാത്രം അവശേഷിക്കുന്നു. ടീം 22 പോപ്പി ആൻഡ് ടീം 19ൻ്റെ മൊമെൻറ്റ് കണ്ടു എന്ന് തോന്നുന്നു. ടീം 22 ഇവിടെ നിന്ന് കടന്നു വരുന്നുണ്ട്. ടീം 19 കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. വാലക്കും ടീമും വാലക്ക് മൊമെൻറ്റ് കണ്ടെന്ന് തോന്നുന്നു. M4 പോപ്പിയുടെ കട്ട കവറിലാണ്. 69 ടീം അവിടെ നിന്ന് ഫോൾ ബാക്ക് ചെയ്യുകയാണ്. കട്ട കവർ എടുത്തിരിക്കുകയാണ് ടീം 69 ടീം. സിയൂസും പിള്ളേർ അവിടെ നിന്ന് കടന്നു വരുന്നുണ്ട്. എന്താവും നോക്കാം. സിയൂസ് അവിടെ കട്ട കവർ എടുത്തിരിക്കുകയാണ്. ടീം 19നും കട്ട കവർ എടുത്തിരിക്കുകയാണ്. എന്താവും നോക്കാം. ഒരു ഗ്രനേഡ് എറിയാനുള്ള ശ്രമമാണ് വാലക്ക്. തിരിച്ച് സിയൂസ് അവിടെ നിന്ന് എറിഞ്ഞിരിക്കുകയാണ് ഗ്രനൈഡ്. ടീം 19 കട്ട ഡാമേജ് കൊടുത്തിരിക്കുകയാണ്. വാലക്കിനും ട്രങ്ക്സിനും കട്ട ഡാമേജ് കൊടുത്തിരിക്കുകയാണ് ടീം 22. M4 പോപ്പി ട്രങ്ക്സ് അവിടെ ഗ്രനേഡ് എറിയാനുള്ള ശ്രമമാണ്. സിയൂസ് നോക്കാമോ നോക്കാം. ഒന്നും നടന്നില്ല. ഡാമേജ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല ടീം 19ന്. സിയൂസും പോപ്പിയും ഇവിടെ തൊട്ടടുത്തിട്ടുണ്ട്. രണ്ടാമതും ഫെയിൽ ആയിരിക്കുകയാണ് 69ൻ്റെ ഗ്രനൈഡ്. M4 പോപ്പിയുടെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ശ്രമമാണ്. സിയൂസ് ഇവിടെ ട്രങ്ക്സ് ബാൻഡേജൊക്കെ അടിച്ചു കയറ്റുന്നുണ്ട്. എന്താവും നോക്കാം. വാലക്കിനിവിടെ ഹെൽത്ത് അടിക്കാനുള്ള സമയം പോലും കൊടുത്തിട്ടുള്ള ടീം ട്രങ്ക്സോടെ ഫോൾ ബാക്ക് ചെയ്യുകയാണ്. സിയൂസ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ട്രങ്ക്സിന് കട്ട് ഡാമേജ് കൊടുത്തിരിക്കുകയാണ്. 1 HP ആണെന്ന് തോന്നുന്നു ട്രങ്ക്സ്. ടീം 19 സിയൂസ് ഇവിടെ കിടന്നിരിക്കുകയാണ്. 69 വാലക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ വാലക്കിനെ നോക്കാക്കാനുള്ള ശ്രമം കൂടുതലാണ്. വാലക്കവിടെ നോക്കാക്കിയിരിക്കുകയാണ്. സിയൂസ് ഇവിടെ നോക്കാക്കിയിരിക്കുകയാണ് വാലക്കിനെ. ട്രങ്ക്സോടെ പൂർണ്ണ സ്ഥിതിയിൽ വന്നിരിക്കുകയാണ്. ട്രങ്ക്സിനെ കട്ട് ഡാമേജ് കൊടുത്തിരിക്കുകയാണ്. അവിടെ സിയൂസ് വീഴുകയാണ്. ട്രങ്ക്സിൻ്റെ അടിയുണ്ട്. ടീം 22-ൽ M4 പോപ്പി മാത്രം അവശേഷിക്കുന്നു. ടീം സിയൂസ് അവിടെ എഴിഞ്ഞടക്കുന്നുണ്ട്. റിവൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ടീം ട്രങ്ക്സ് അവിടെ സിയൂസിനെ ഫിനിഷ് ചെയ്യാനുള്ള പ്ലാനിങ് നടത്തുന്നു. ട്രങ്ക്സ് ചാൻസ് കുറവാണ്. സിയൂസ് അവിടെ മരത്തിൻ്റെ ബാക്കിൽ കവർ ചെയ്തിരിക്കുകയാണ്. ഗ്രനേഡ് ട്രങ്ക്സ് അവിടെ ഗ്രനേഡൊക്കെ എറിയുന്നുണ്ട്. ട്രങ്ക്സ് സറൗണ്ട് ചെയ്യാനുള്ള ശ്രമമാണ്. ട്രങ്ക്സിൻ്റെ മൂവ് അവിടെ സക്സസ് ആവുമോ നോക്കാം. M22 ഇവിടെ പ്രതീക്ഷിച്ചു ആ മൂവ്. ടീം 19ൻ്റെ ട്രങ്ക്സ് ഫ്രാഗറുടെ LG ടീമിലെ സുന്ദരനെ നോക്കാക്കിയിരിക്കുകയാണ്. സിയൂസ് ഇവിടെ 69 വാലക്കോടെ പടമായിരിക്കുകയാണ്. സിയൂസിനെ കട്ട ഡാമേജ് കൊടുത്തിരിക്കുകയാണ് ട്രങ്ക്സ്. സിയൂസോടെ പൂർണ്ണ സ്ഥിതിയിൽ വന്നിരിക്കുകയാണ്. ട്രങ്ക്സിനെ കട്ട ഡാമേജ് കൊടുത്തിരിക്കുകയാണ് ടീം 22. ഇപ്പോൾ ടോട്ടൽ 11 ടീമും 30 ലൈവും. ലുട്ടാപ്പിയുടെ ഒരാളെ നോക്കാക്കിയിരിക്കുകയാണ് LG ടീമിൻ്റെ ലുട്ടാപ്പി. ട്രങ്ക്സ് എനിക്ക് തോന്നുന്നു ബാൻഡേജ് അന്വേഷിച്ച് കിടക്കുകയാണെന്ന് തോന്നുന്നു. ട്രങ്ക്സിയുടെ ഫോൾ ബാക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. ടീം NX വിക് അവിടെ കാട്ടാളൻ ഇവോസിനെ നോക്കാക്കിയിരിക്കുകയാണ്. ട്രങ്ക്സ് അവിടെ ഫോൾ ബാക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. ടീം 22 തിരഞ്ഞെടുക്കുകയാണ്. ട്രങ്ക്സിൻ്റെ ടീം 19ലെ ഒരു ടീമിനെ നോക്കിയെടുക്കുകയാണ്. CZ കാലിപ്സ് അവിടെ XPD ടീമിലെ ഡ്രാഗോയെ നോക്കാക്കിയിരിക്കുകയാണ്. ടീം 10 തൊട്ടപ്പുറത്തായിട്ട് 6 കിടക്കുന്നുണ്ട്. ട്രങ്ക്സ് അവിടെ M4 പോപ്പിയെ നോക്കാക്കിയിരിക്കുകയാണ്. XPD ഫ്രാഗറുടെ സുന്ദരനെ നോക്കാക്കിയിരിക്കുകയാണ്. ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ചെകുത്താനോടെ XPD ഈഗിളെ നോക്കാക്കിയിരിക്കുകയാണ്. ട്രങ്ക്സിൻ്റെ കോക്ടെയിലൂടെ ഫെയിലായിരിക്കുകയാണ്. M4 പോപ്പി LG ടീമിലെ വട്ടോളിയുടെ ഫ്രാഗറെ നോക്കാക്കിയിരിക്കുകയാണ്.
പ്ലേസ് ഓൺ വന്ന് ടീം LG ടീമിൽ ഒരാൾ ഫിനിഷ് ആയിരിക്കുകയാണ്. LG ടീമിലെ വട്ടോളിയുടെ ഫ്രാഗറിനെ നോക്കാക്കിയിരിക്കുകയാണ്. അങ്ങനെ ട്രാങ്ക്സിലൂടെ ഫിനിഷ് ആവുകയാണ് സിയൂസിൻ്റെ കൈ കൊണ്ട്. അങ്ങനെ നമ്മുടെ ടീം 19 കൂടെ ഫിനിഷ് ആയിരിക്കുകയാണ്. LG ടീമിൽ 2 പേര് മാത്രം അവശേഷിക്കുന്നു. ബാക്കി 2 പേരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് LG ടീമിന്. CZ കാൽപ്സിനോടെ ഫിനിഷ് ആയിരിക്കുകയാണ്. കാൽപ്സോടെ XPT ടീമിൽ ഒരാളെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഡ്രാഗോയാണെന്ന് തോന്നുന്നു. ടീം 10 വില്യം ഇവിടെ ഓഫ്ലൈൻ ആണെന്ന് തോന്നുന്നു. ചെകുത്താനോടെ XPD ഈഗിളിനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്, പെട്ടിയാക്കിയിരിക്കുകയാണ്. XPD ലുട്ടാപ്പിയുടെ വട്ടോളിയെ നോക്കാക്കിയിരിക്കുകയാണ്. ലുട്ടാപ്പിയുടെ ചെകുത്താനെയും നോക്കാക്കിയിരിക്കുകയാണ്. റെയ്ഡ് സ്റ്റാർക്കോടെ റെമോ ഒപ്പിയെ നോക്കാക്കിയിരിക്കുകയാണ്. കട്ടടികൾ നടക്കുന്നു. എവിടെയാന്ന് നോക്കാം. യൂട്യൂബർ ടീമാണെന്ന് തോന്നുന്നു. റെയ്ഡിന് കട്ട ഡാമേജ് കൊടുക്കുന്നുണ്ട്. കോഡ് പോപ്സോടെ 9ANZനെ നോക്കാക്കിയിരിക്കുകയാണ്. കോഡ് പോപ്സ് 9AZനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അവിടെ. വില്യം ന്യൂബോർഡൻ ഓഫ്ലൈനാണ്. ടീം 22 കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. വില്യം ന്യൂബോർഡൻ തിരിച്ചു വരുമോ നോക്കാം. സോൺ കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. INS ഹെൽബോയ്ക്ക് കട്ട ഡാമേജ് കൊടുത്തിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നിന്ന് LPT ടീം ലുട്ടാപ്പി. നമുക്ക് അങ്ങോട്ട് നോക്കാം, അവിടെ എന്താ നടക്കുന്നത് നോക്കാം. ഇവിടെ ലുട്ടാപ്പിയുടെ പെയിൻ കില്ലറൊക്കെ വലിച്ച് കയറ്റുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് CZ കാൽപ്സ് ടീം ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റാർ ടീമിൻ്റെ അടുത്തോട്ട് പോയി മൂവ് ചെയ്യുകയാണ്. തൊട്ട് മുകളിലായിട്ട് റെയ്ഡ് ടീമുണ്ട്. റെഡി പ്രതീക്ഷിക്കാം. ഇവിടെയും വില്യം ന്യൂബോടെ പ്ലേ സോൺ ആയിരിക്കുകയാണ്. സോൺ കൊണ്ടുവരികയാണ് വില്യം ന്യൂബിനെ. CZ കാൽപ്സ് അവിടെ മൂവ്മെൻറ്റ് കണ്ടിരിക്കുകയാണ്. ടീം റെയ്ഡ് CFH വെനം അവിടെ റെയ്ഡ് ടീമിലെ സ്റ്റാർക്കിയെ നോക്കാക്കിയിരിക്കുകയാണ്. കാൽപ്സോടെ ടീം നെക്സ്റ്റ് വീക്കിനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സ്റ്റാർക്കോടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. കല്ലറിയിരിക്കുകയാണ്. റെമോ ഒപ്പിയോടെ കുമ്മനടിച്ചിരിക്കുകയാണ്. ഇൻസെൻ ഹെൽബോയോടെ റെയ്ഡ് ടീമിൽ ഒരാളെ നോക്കാക്കിയിരിക്കുകയാണ്. ഹെൽബോയാണെന്ന് തോന്നുന്നു. സോറി, റെയ്ഡ് ടീമിൽ എറിസിനാണെന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയെന്ന് തോന്നുന്നു. ടീം 10 ഹെൽബോയോടെ സിയൂസിന് മൂവ്മെൻറ്റ് കണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഹെൽബോയ്ക്ക് കണ്ട ഡാമേജ് കൊടുത്തിരിക്കുകയാണ്. സോണാണെന്ന് തോന്നുന്നു ഹെൽബോയ്ക്ക്. സോറി, സിയൂസിന്. CX6 അനിമെക്സ് അവിടെ കോഡ് പോപ്സിനെ നോക്കാക്കിയിരിക്കുകയാണ്. അവിടെ കട്ടടികൾ നടക്കുന്നു. തൊട്ടടുത്തായിട്ട് CZ KL0 മെലക്ക് അവിടെ ഒരാളെ നോക്കാക്കിയിരിക്കുകയാണ്. ടീം 23 എല്ലാവരും സോളോ ആയിരിക്കുകയാണ്. സിയൂസോടെ സോൺ വന്നിരിക്കുകയാണ്. സിയൂസോടെ ഫിനിഷ് ആയിരിക്കുകയാണ്. സോണിൽ ഫിനിഷ് ആയിരിക്കുകയാണ്. പോപ്പിന് കട്ട ഡാമേജ് എടുത്തിരിക്കുകയാണ്. സറൗണ്ട് ചെയ്ത് യൂട്യൂബർ അസാസിനോ ടീമോടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇൻസെയിൻ ഹെൽബോയോടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. F4 പോപ്പിയെ യൂട്യൂബറെ റിവൈവ് ചെയ്യാനുള്ള ശ്രമം. ഇൻസെയിൻ ഹെൽ കാറ്റ്. CZ ടീമോടെ കട്ടപ്പാമ്പായിട്ട് നിൽക്കുന്നു. തൊട്ടടിയിലായിട്ട് CFH ടീം വെനം കയറി വരുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ 4 ടീമും 10 ലൈവും. XPD ടീമിൽ ഒരാൾ മാത്രം അവശേഷിക്കുന്നു. ലുട്ടാപ്പി മാത്രം അവശേഷിക്കുന്നു. ലുട്ടാപ്പിയുടെ മൂവ്മെൻറ്റ് കണ്ട് ക്യാപ്റ്റൻ CFZ ടീമിലെ ക്യാപ്റ്റൻ അവിടെ ഉണ്ട്. ക്യാപ്റ്റൻ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. ടീം 4 ലുട്ടാപ്പിയുടെ മൂവ്മെൻറ്റ് അവിടെ ക്യാപ്റ്റനോടെ നോക്കാവുകയാണ്. ലുട്ടാപ്പിയുടെ ക്യാപ്റ്റനെ നോക്കാക്കിയിരിക്കുകയാണ്. CZ റെമോ അവിടെ കുമ്മനടിച്ചിരിക്കുകയാണ്. CZ ക്യാപ്റ്റൻ്റെ കിൽ. CFH വെനം അവിടെ 2 പേരെ നോക്കാക്കിയിരിക്കുകയാണ്. CZ ASG ടീമിൽ 2 പേരെ നോക്കാക്കിയിരിക്കുകയാണ്. യൂട്യൂബർ അവിടെ CFS ASG 30 നോക്കാക്കിയിരിക്കുകയാണ്. അവിടെ
കാൽസിയുടെ യൂട്യൂബർ ടീമിനെ ഫിനിഷ് ചെയ്യാൻ അങ്ങനെ ആ ശ്രമം വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ യൂട്യൂബറും ടീമോടും ഫിനിഷ് ആവുകയാണ്. ടീം 4 CEZ ASG30 റിവ്യൂ ചെയ്യാനുള്ള ശ്രമമാണ്. കാൽപ്സ് തൊട്ടടിയിലോട്ട് ലുട്ടാപ്പി ഉണ്ട്. ടീം 23 4 പേരുമുണ്ട്. എനിക്ക് തോന്നുന്നു ടീം 23 ആണെന്ന് തോന്നുന്നു ഇന്നത്തെ വിജയികൾ. ഉറപ്പിക്കാൻ പറ്റേ. ഇപ്പോൾ CZ ASG30 നോക്കായിരിക്കുകയാണ്. സോൺ കൊണ്ടുവരികയാണ്. സോൺ വരുന്നുണ്ട്. കട്ട ഡാമേജ് കിട്ടുന്നുണ്ട് CZ ടീമിന്. ലുട്ടാപ്പിയുടെ മൂവ്മെൻറ്റ് ടീം 23 കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. വെനം അവിടെ നോക്കാവാൻ സാധ്യത കൂടുതലാണ്. ലുട്ടാപ്പി ഓരോ മൂവ്മെൻറ്റും കണ്ടറിഞ്ഞാണ് കളിക്കുന്നത്. സോളോ ആണ്, അതുകൊണ്ടാണ്. ലുട്ടാപ്പിക്കും സോൺ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഗില്ലി കാരണം കാണാൻ സാധ്യത കുറവാണ്. CFH ടീം വെനം അങ്ങനെ നോക്കായിരിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ ലുട്ടാപ്പിയോടെ നോക്കാക്കിയിരിക്കുകയാണ്. വെനത്തെ CFH ടീമിലെ വെനത്തെ നോക്കാക്കിയിരിക്കുകയാണ്. റെമോ അവിടെ ഡ്രോപ്പിൻ്റെ ബാക്കിൽ കവർ ചെയ്തിരിക്കുകയാണ്. CFH കാൽസ് അവിടെ KL0 മലങ്കിനെ നോക്കാക്കിയിരിക്കുകയാണ്. CFZ കാൽസ് കട്ടടികൾ നടക്കുന്നു. ഇവിടെ റെമോ ലുട്ടാപ്പിയെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. CEZ കാൽസോടെ CX6 അനിമെക്സിനോടെ നോക്കാക്കി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. CFH കാൽസ് ടീം 2 കട്ടക്കളിയാണ്. റെമോ മാത്രം അവശേഷിക്കുന്നു ടീം 23. എനിക്ക് തോന്നുന്നു ടീം 2 ആണ് ഇന്നത്തെ വിജയികൾ. ഒരു ടെസ്റ്റ് നടന്നിരിക്കുകയാണ് ഇവിടെ. CZ ടീമിയുടെ കട്ട കവറിംഗ് ആണ്. ടീം 23യുടെ റെമോ OP കട്ട ഡാമേജ് കൊടുത്തിരിക്കുകയാണ്. CZ ടീമിന് കാൽസിന് കട്ട ഡാമേജ് കൊടുത്തിരിക്കുകയാണ്. റെമോ OP കാൽസിയുടെ കടന്നു വരുന്നുണ്ട്. കാൽസിയുടെ നോക്കാണ്. റെമോ അവിടെ കട്ടക്കളിയാണ്. റെമോ ടീം ജയിക്കുമെന്നൊരു ട്വിസ്റ്റും പ്രതീക്ഷിക്കാം. CZ കാൽസിയുടെ നോക്കാണ്. CFS ASG30ക്കാണെന്ന് തോന്നുന്നു സോൺ. C23 ടീമിലെ റെമോ സോൺ ഔട്ടാണ്. സോണിലോട്ട് കയറേണ്ടി വരും. ചാൻസ് കൂടുതൽ CEZ ASG30ക്കാണെന്ന് തോന്നുന്നു. ടീം 2 ആണ് ഇന്ന് വിജയികളാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ടെസ്റ്റ് പ്രതീക്ഷിക്കാം അവിടെയും. റെമോടെ കടന്നു വരുന്നുണ്ട്. കാൽപ്സിനോട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ടീം 2യിലെ കാൽപ്സ്. സോൺ വരുന്നുണ്ട്. ടീം 23 സോണിലൂടെ കിടക്കാനുള്ള ശ്രമം ഫെയിലാകുമോ നോക്കാം. CZ ASG30 സോൺ വരുന്നുണ്ട്. റെമോടെ കടന്നു വരുന്നുണ്ട്. റെമോ അവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സൈക്കോളജിക്കൽ മൂവ് റെമോ OP. അങ്ങനെ ഇന്ന് ചിക്കൻ അടിച്ചിരിക്കുന്നത് റെമോ, മലക്, അനിമെക്സ്, വെനം ആ ടീമാണ് ഇന്ന് വിജയിച്ചിരിക്കുന്നത്. ബിഗ് ഷൂട്ട് ഔട്ട്. റെമോ OP കട്ടക്കളിയായിരുന്നു. സൈക്കോളജിക്കൽ മൂവ്. കാൽപ്സും കട്ടക്കളിയായിരുന്നു. സർവൈവ് ചെയ്യാനുള്ള ശ്രമം. സർവൈവ് ചെയ്യാൻ കാൽപ്സിനായിരുന്നു ചാൻസ് കൂടുതൽ. പക്ഷേ റെമോ കട്ടക്കളി കളിച്ചു. ഏറ്റവും അവസാനം ഒന്നും പറയാനില്ല. അവിടെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചു. അങ്ങനെ ഇന്നത്തെ മാച്ച് ഇവിടെ ഫിനിഷ് ആവുകയാണ്. ഇന്ന് ടോപ്പ് കിൽസ് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു റെമോ 5 കിൽസ് എടുത്തിട്ടുണ്ട്. CZ കാൽപ്സും 5 കിൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ XP ടീമിൽ ലുട്ടാപ്പി 5 കിൽസ് എടുത്തിട്ടുണ്ട്. ലുട്ടാപ്പിയുടെ കളി ഒന്ന് പറയേണ്ടത് തന്നെയാണ്. നന്നായിട്ട് കളിച്ചു. സർവൈവിങ് ആയിരുന്നു. ചുവട് വെച്ചാണ് കളിച്ചത് ലുട്ടാപ്പി. യൂട്യൂബർ ടീം നോക്കുകയാണെങ്കിൽ ടീം 5 നോക്കുകയാണെങ്കിൽ സിയൂസ് 5 കിൽസ് എടുത്തിട്ടുണ്ട്. എന്നപ്പോൾ 1 2 3 4 ടീമാണ് ഇവിടെ 5 ടോപ്പ് കിൽസ് എടുത്തിരിക്കുന്നത്. ഒന്നാം സ്ഥാനത്തെ റെമോ OP 5 കിൽസ് എടുത്തിട്ടുണ്ട്. OP ആയിട്ട് കളിച്ചിട്ടുണ്ട്. CZ കാൽപ്സ് അവിടെ 5 കിൽസ് എടുത്തിട്ടുണ്ട്. XP ടീമിൽ ലുട്ടാപ്പി അവിടെ 5 കിൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ സിയൂസ് ടീം നോക്കുകയാണെങ്കിൽ 5 കിൽസ് എടുത്തിട്ടുണ്ട്. സിയൂസ്. അങ്ങനെ ഇന്നത്തെ മാച്ച് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ഗുഡ് നൈറ്റ് എവരിബഡി. നാളത്തെ മാച്ചിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ കെൻകി ഗെയിമർ സൈനിങ് ഓഫ്. താങ്ക് യു ഗൈസ്. താങ്ക്സ് ഫോർ സപ്പോർട്ട്. See you tomorrow. കഴിഞ്ഞു ആലോചിച്ച്